ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മന്തിക്കും കപ്സയ്ക്കും യൂസ് ചെയ്യുന്ന അറബിക് മസാല പൗഡറിൻ്റെ റെസിപ്പിയുമായാണ്. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം അഥവാ വലിയ ജീരകവും 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പട്ട ചേർത്തിട്ടുണ്ട്. പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 7 ചുവന്ന മുളകാണ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. ആ മുളകും മല്ലിയും എല്ലാം ഒന്ന് ചെറുതായി ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അറബിക് ഡിഷസായ അൽഫഹാൻ ചിക്കൻ, അതുപോലെ തന്നെ ഷവായ് ചിക്കൻ എന്നിവ എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിനായി ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾക്ക് ഇത് കേടുകൂടാതെ 2 മാസത്തോളം എല്ലാം സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് കൂടിയ അളവിൽ തന്നെ മസാല ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പമാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മല്ലിയും മുളകും എല്ലാം ചെറുതായി ചൂടാവുന്ന സമയം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം ആവശ്യത്തിന് ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മല്ലിയും മുളകും എല്ലാം ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായി ഇവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊരു ഗ്ലാസ് ബൗളിനകത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ കുറച്ച് കൂടിയ അളവിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ് ജാറിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാലം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.